ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ട്രേഡും കൂടെ ഇങ്ങനെ ഇട്ടായിരുന്നു. ഓക്കെ, ഒരു ട്രേഡ് ഇട്ടു. അപ്പോൾ അത് നോക്കട്ടെ, ഇവിടം വരെ എത്തി. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എവിടെ പോയി ഇതിൻ്റെ ഹിസ്റ്ററി? ഹിസ്റ്ററി. ഓക്കെ, ഈ ഒരു റെഡിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ റെഡ് ലൈനാണ് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ട്രേഡ്. ഒരു മിനിറ്റ്, റെക്കോർഡിംഗ് ആവുന്നുണ്ട്. സോറി. ഇനി മാർക്കറ്റ് ഇങ്ങനെ വന്നു. ചിലപ്പോൾ ഇനി മേലോട്ട് ഇവിടെ പോവാം. ഈ ഇവിടം വരെ പോയിട്ട് ഇതൊരു സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ടല്ല, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ വന്ന് ഇനി വേണമെങ്കിൽ താഴോട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ പോവാം. അത് കഴിഞ്ഞ് പിന്നെയും താഴോട്ട് വരാം. എങ്ങനെ പോയാലും ഈ കൊടുത്തിരിക്കുന്ന ടി പി ഇല്ലേ, ഇവിടെ കൊടുത്ത് ഈ ലൈൻ കണ്ടോ, ടേക്ക് പ്രോഫിറ്റ്, ഇവിടെ ഇത് എത്തിയിരിക്കും. മാർക്കറ്റ് ഹൈലി ഫ്ലക്ച്വേഷനും കാര്യങ്ങളും മാനിപ്പുലേഷനും ഒന്നും ഇല്ലെങ്കിൽ ഇത് ഇവിടെ എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ കാണുക അത്രേ പറയാനുള്ളൂ. കണ്ട നോക്കി, 400 നെഗറ്റീവിലേക്ക് വരുന്നു. ഇപ്പം നെഗറ്റീവിലേക്ക് വരും. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇത് ഒരു സങ്കടം വരിക. പക്ഷെ അൽഗോയിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കേണ്ട. ഓക്കെ, കണ്ടിന്യൂസ് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ പണിയെടുത്തോളും. ഓക്കെ, ഇപ്പോൾ 400 വന്നത്. ഓക്കെ, നമുക്ക് 400 അല്ല നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇപ്പോൾ 400 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 വരുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 2% 1% ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക. അൽഗോ ഓഫ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അൽഗോ ഓഫ് ഇല്ല, ക്ലോസ് ചെയ്യുന്നു, അൽഗോ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടുന്ന് ക്ലോസ് ചെയ്താലും പ്ലാറ്റ്ഫോമിൽ ക്ലോസ് ആയോ നിങ്ങൾ നോക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് ഞാൻ ഇനിയൊരു സോഫ്റ്റ്വെയർ അൽഗോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അത് ശരിക്കും വേറെ അൽഗോ ആണത്. ആ അൽഗോനെ നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മുടെ ലെവലിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഒരു 2% അല്ലെങ്കിൽ 5% എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 5% വരെ ആ ട്രേഡ് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 5% വരെ. അത് കഴിഞ്ഞ ശേഷം ആ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, പിന്നെ അടുത്ത ട്രേഡിലേക്ക് അത് പോവുള്ളൂ. 1. 2, അതിൽ വേറെ ഇതുണ്ട്, പെർസെൻറ്റേജ് ഇല്ലാതെ ഒരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫുൾ ടൈം ട്രേഡ് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു സോഫ്റ്റ്വെയർ ഏത് ക്യാപിറ്റലിലെ ആൾക്കാർക്കും, ഓക്കെ, ഏത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്യാപിറ്റൽ എന്തായാലും വേണം. ഓക്കെ, അത് എല്ലാവർക്കും 24 hours, ഓക്കെ, അല്ലെങ്കിൽ മോർണിംഗ് 6 o'clock ടു നൈറ്റ് ഒരു 8 o'clock, അല്ല 8 o'clock അല്ല, നൈറ്റ് ഒരു 1 o'clock വരെ, 10 o'clock വരെ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. കാരണം 24 hours ഞാൻ ഒരു അൽഗോയും ഞാൻ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ പൈസ ഉള്ളവർ മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടാൻ നിൽക്കരുത് 24 hours. അപ്പോൾ ആ ഒരു അൽഗോ വരുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 24 hours നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ പറയണത്, അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുമാത്രമല്ല, അത് പൊസിഷണൽ ട്രേഡിംഗ് ആണ്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ട്രേഡിങ് സ്കാൽപ്പിംഗ് ആണ്. ഒരു മൂവ്മെൻറ്റ് കിട്ടി, അവിടുന്ന് ട്രേഡ് എടുക്കുന്നു, പിന്നെ അടുത്ത മൂവ്മെൻറ്റ് കിട്ടുന്നു, അവിടുന്ന് ട്രേഡ് എടുക്കുന്നു, പിന്നെ അടുത്ത മൂവ്മെൻറ്റ് കിട്ടുന്നു, അവിടുന്ന്. ഇതാണ് പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ടിൽ, ഒരു മേജർ സപ്പോർട്ടിൽ നിന്ന് അവിടുന്ന് ഒരു അപ്പിലേക്ക് ട്രേഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം
അതിൻ്റെ മാക്സിമം എവിടം വരെ പോകുന്നു അവിടം വരെ അത് ട്രേഡ് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടം വരെ അതിനെ ട്രേഡ് എടുത്തുകൊണ്ട് പോയിട്ട് ആ റെസിസ്റ്റൻസിൽ പോയി മാർക്കറ്റ് ടേൺ ആകുമ്പോൾ അവിടെ വെച്ചിട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകും. അല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യം, ഇനി മാർക്കറ്റ് എന്താ പറയുക ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ അപ്പിലേക്ക് തന്നു, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ അപ്പിലേക്ക് നമ്മൾ ട്രേഡ് എടുത്തു, ആ ട്രേഡിങ് ഇങ്ങനെ റണ്ണിങ് ആണേ, പെട്ടെന്ന് ഡൗണിലേക്ക് ഇത് വന്നു, അതിൽ ആരോ മാർക്ക് ഉണ്ടാവും. ഓക്കെ, അതിൽ ആരോ മാർക്കും കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എത്തുമ്പോൾ ഡൗണിലേക്കാണ് പിന്നെ ട്രേഡ് വരുന്നതെങ്കിൽ ഈ പോകുന്ന ട്രേഡില്ലേ അത് അവിടെ കട്ടാവും. അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് ട്രേഡ് ഡൗണിലേക്ക് എടുക്കും. മനസ്സിലാവുന്നത്? കട്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ 20,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയുടെ പ്രോഫിറ്റ് വന്നു വെക്കുക, അല്ലെങ്കിൽ 5,000 രൂപ പ്രോഫിറ്റ് വന്നു വെക്കുക. ആ പ്രോഫിറ്റ് അവിടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് കട്ടായിട്ട് നെക്സ്റ്റ് ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. അപ്പോൾ 5,000 പ്രോഫിറ്റ് അവിടെ ബുക്കായേ. ഓക്കെ, അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. ആ പ്രോഫിറ്റ് പിന്നെ അവിടെ ഇങ്ങനെ ഇതൊക്കെ. അല്ലാതെ ഡൗണിലേക്ക് പോകുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ലോസ് അല്ല പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഡൗണിലേക്ക് ആ സ്ട്രാറ്റജി, ഇനി മാർക്കറ്റ് ഡൗണിലേക്കാണ് പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡൗണിലേക്ക് ട്രേഡ് എടുക്കും, അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് അപ്പിലേക്കാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പിലേക്ക് എടുക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഇതുണ്ട് കൊടുക്കാനുള്ള, നമ്മളവിടെ 2% ആണ് കൊടുക്കുന്നെങ്കിൽ എവിടുന്ന് ട്രേഡ് എടുക്കുന്നോ അവിടുന്ന് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2% വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രേഡ് അവിടെ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ 5% കൊടുക്കുന്നത് 5% വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നിങ്ങൾ 0 ആണ് കൊടുക്കുന്നെങ്കിൽ, ഇക്വേഷൻ അവിടെ ഇത് 0 ആണ് കൊടുക്കുന്നെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ആവും. അപ്പിലേക്ക് എടുക്കും, ഡൗണിലേക്ക് എടുക്കും, അപ്പിലേക്ക് എടുക്കുന്നു, അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, പിന്നെ ഡൗണിലേക്ക് എടുക്കുന്നു, അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, അപ്പിലേക്ക് എടുക്കും. ചിലപ്പോൾ അവിടെ അപ്പിലേക്ക് ഡൗണിലേക്ക് എവിടെ ആകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അപ്പിലേക്ക് എടുക്കുന്നു, ഡൗണിലേക്ക് എടുക്കുന്നു, അങ്ങനെ. സ്റ്റോപ്പ് ലോസ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 0.01 അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്, സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ എത്തിയപ്പോൾ 0.02 എടുത്തു. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ 0.02 എടുക്കും. അങ്ങനെ അപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ പോകും. ഇല്ല, നിങ്ങൾ പെർസെൻറ്റേജ് 10% ഓഫ് ക്യാപിറ്റൽ പെർ ഡേ, അല്ലെങ്കിൽ 50% ഓഫ് ക്യാപിറ്റൽ പെർ ഡേ, അല്ലെങ്കിൽ 1% ഓഫ് ക്യാപിറ്റൽ പെർ ഡേ എന്ന് പറയുമ്പോൾ ആ 1% ആയി കഴിഞ്ഞാൽ അവിടെ ട്രേഡ് സ്റ്റോപ്പ് ആവും. കാര്യം മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊന്ന് പോസ് ചെയ്യണോ, അതെവിടെ എത്തുമോ? ഒന്ന് പോസ് ചെയ്യാലോ. വേറൊരു കാര്യം പറയാൻ പറ്റും, ഈ മായാവി ട്രേഡിങ്ങിൻ്റെ അൽഗോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ വ്യക്തികൾക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അൽപ്പാരിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ XNSൻ്റെ ഉണ്ട്. ഇന്ത്യൻ്റെ പുറത്തുള്ളവരാണെങ്കിൽ XNSൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല, ഓൾറെഡി XNSൻ്റെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർ പ്രോഫിറ്റ് അൽഗോഫ് ചെയ്യുന്നു. പ്രോഫിറ്റ് കണ്ടോ, എങ്ങനെ എവിടെയെങ്കിലും പോയിക്കോട്ടെ, നമ്മൾ TP അടിച്ചിട്ടേ ഇനി ഇതിൻ്റെയൊക്കെ വേറെ കളിയുള്ളൂ. മനസ്സിലായോ? 31 രാവിലത്തെ ഞാനിത് 31 എവിടെടാ ഹിസ്റ്ററി 12. അപ്പോൾ മായാവി അൽഗോ ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. നമ്മുടെ റെഫറൽ ലിങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അൽപ്പാരിൻ്റെയോ XNSൻ്റെയോ. ഇനി XNSൻ്റെ നിങ്ങൾ ഇന്ത്യയിലുള്ളവർക്ക് പറ്റുന്നില്ലെങ്കിൽ, ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർ ഐ ഡി IB ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ പാർട്ട്ണർ ID ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ എൻ്റെ അണ്ടറിലേക്ക് വരാം. ഓക്കെ, മായാവി ട്രേഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് വരാം. ഇല്ലെങ്കിൽ അൽപ്പാരിയിലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ID എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലുണ്ട്. മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം. ഇത് എന്തുകൊണ്ട് താല്പര്യമുള്ളവരെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം മതി. അല്ലാതെ ജസ്റ്റ് ഒന്ന് വന്ന് പോകാനുള്ളവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് അതിൽ കണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ അടുത്ത സോഫ്റ്റ്വെയർ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ,
താങ്ക് യു. അതുപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്ത്, ഇനിയിപ്പം ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾ നമ്മുടെ VIP ഗ്രൂപ്പിലെ മെമ്പേഴ്സോ നമ്മുടെ ഫാമിലി മെമ്പറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്നു, അൽഗോ ഉപയോഗിച്ചിട്ടാണ് ഫോറക്സ് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത് മാനുവലായിട്ട് ബൈനറി ട്രേഡിങ് ചെയ്യുന്നു. ഓക്കെ, ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബൈനറി ട്രേഡിങ്ങിൽ 3 സെക്ഷനും +1 UAE സെക്ഷനും ഒക്കെ 4 സെക്ഷൻസാണ് പെർ ഡേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.